സംസാരം കുറഞ്ഞവരായിരിക്കും. 63 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞ വാക്ക് മാറ്റി പറയേണ്ടി വന്നിട്ടില്ല. നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പറയുന്ന വർത്താനത്തുനിന്ന് മിക്കവാറും മാറ്റി പറയാനുള്ളത് ഇക്കാരം. അത് പിന്നെ ഞാനേ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞത് നിങ്ങൾ പൊരുത്തപ്പെട്ടാളീ എന്ന് പറയേണ്ടി വരും. വൈകുന്നേരം ആകുമ്പോഴത്തിന് 10 വർത്താനം ഉണ്ടായിക്കണമെങ്കിൽ 9 അങ്ങനെ ഇക്കാരം. അതിൽ സെക്രട്ടറിനെ പൊരുത്തപ്പെടിക്കേണ്ടതുണ്ടാവും, പ്രസിഡന്റിനെ പൊരുത്തപ്പെടിക്കേണ്ടതുണ്ടാവും, പള്ളിക്കത്തെ മൂലയരെ പൊരുത്തപ്പെടിക്കേണ്ടതുണ്ടാവും, വാപ്പാനെ പൊരുത്തപ്പെടിക്കേണ്ടതുണ്ടാവും. ഈ അത് വർത്താനൊക്കെ നമ്മൾ പറയും. 63 കൊല്ലത്തിനിടയിൽ ഒരിക്കൽ പോലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പറഞ്ഞ വാക്ക് പിൻവലിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് സംസാരിക്കാൻ യോഗ്യത വേണ്ട, സംസാരിക്കാതിരിക്കാൻ യോഗ്യത ഉണ്ടായിരിക്കണം തന്നെ സംഗതി. അപ്പോൾ വാപ്പാനെ പറ്റിയാണ് പറഞ്ഞു തരുന്നത്. അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഖൽഖ് വാപ്പയാണ്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യവും അവൻ്റെ വാപ്പയാണ്. ഒരാളെ പറ്റി ചോദിക്കുമ്പോൾ ആദ്യം പറയാം വാപ്പാനെയാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്ത് നിൽക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, സുഖമില്ലാതെ കിടന്നപ്പോൾ. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാം എന്നിട്ട് നിസ്കരിക്കുകയാണ്. നബി തങ്ങൾക്ക് അല്പം ആശ്വാസമുണ്ട് എന്ന് തോന്നിയപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ തോള് പിടിച്ചിങ്ങാണ്ട് ഇങ്ങനെ വന്നു പള്ളിക്കക്ക്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നുകിൽ നിസ്കാരം തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ തുടങ്ങാൻ ഒരുങ്ങാണ്. നബി തങ്ങൾ വരുന്ന കണ്ടപ്പോൾ മൂപ്പര് ബാക്കൊക്കെ മാറി. അപ്പോൾ കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, അവിടെ നിൽക്കി എന്നിങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് കാണിച്ചു. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പിന്നെയും മാറി, പിന്നെയും ബാക്കൊക്കെ മാറി. രണ്ടാമതും ഇങ്ങനെ കാണിച്ചു കൈകൊണ്ട്, പിന്നെയും മാറി. മൂന്നാമതും ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. അപ്പോൾ പിന്നെ നബി തങ്ങൾ വയ്ക്കും പോലെ വന്ന് മെഹ്റാബിൽ കയറി നിന്ന് നിസ്കരിച്ച് സലാം വീട്ടിയതിന് ശേഷം ഇങ്ങോട്ട് തിരിഞ്ഞിരുന്നിട്ട് ചോദിച്ചു, അല്ല അബൂബക്കറെ, ഞാൻ അള്ളാൻ്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ബലാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അതെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂല് തന്നെയാകുന്നു. വായിൽക്കൊന്ന് ലേശം മാറിയിരിക്കണം, ഉള്ളിക്കോ പുറത്തേക്കോ. ഇനി 1, 2, 3, ഇനി ഇവിടെ 3 കസാലയേ ഉള്ളൂ. 3 ആളെ ഇങ്ങോട്ട് വിട്ടാൽ മതി, ബാക്കിയുള്ളവരെ പുറത്തിരുത്തിക്കളി. 3 കസാല ഇവിടെ ബാക്കിയുള്ളൂ. ഇനി 3 ആളെ ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി, ബാക്കിയുള്ളവർക്കൊക്കെ അവിടെ കസാല ഇട്ട് കൊടുത്താളി. ഇങ്ങോട്ട് നോക്കി എല്ലാവരും, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി എല്ലാവരും, ഇങ്ങോട്ട് നോക്കി. വെയ്ക്കണോർ പാടുക, അല്ലാത്തവർ മൂളട്ടോ. ഇനി ചെല്ലാൻ പോണത് വെയ്ക്കണവരെന്ത് ചെയ്യണം, എൻ്റെ ഒപ്പം പാടണം, അറിയണവർ, അല്ലാത്തൊരു മൂള. വഅതാക്കൽ ഔദു യബ്കി വതദല്ലൽ ബൈന യദൈക വസ്തജാറക യാ ഹബീബി ഇൻദക ലബിയുൻ നഫൂറു യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സലവാത്തുല്ലാഹ് അലൈക്കും. മുഅ്മിനീങ്ങളെ, അപ്പോൾ വാപ്പാനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ പ്രത്യേകത വാപ്പ ആരാണ് എന്നുള്ളതാണ്. വാപ്പയുള്ള നമ്മളെ തറവാട്, വാപ്പയാണ് തറവാട്. തറവാട് ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തിൻ്റെ മേൽ അറിയിക്കുമെന്നാണ്. തറവാട്ടേർക്ക് തറവാടിത്തമുണ്ടായിരിക്കും. പൂക്കോയ തങ്ങൾ പാപ്പയൊക്കെ എന്തെങ്കിലും പ്രധാനപ്പെട്ട വിഷയത്തിൽ തീരുമാനമെടുക്കാണ്ടെങ്കിൽ തീരുമാനമെടുക്കുന്നതിൻ്റെ മുമ്പ് പ്രധാനപ്പെട്ട തറവാട്ടേരെ വിളിച്ചു വരുത്തും. ചാക്കീരികൾ, അതുപോലെ ചങ്ങമ്പള്ളിക്കാർ, ഇങ്ങനെയൊക്കെയുള്ള വലിയ വലിയ പഴയ തറവാട്ടിൽ നിന്ന് ഒരാളെ വിളിക്കും. എന്നിട്ട് അഭിപ്രായം ചോദിച്ചിട്ട് ആ തീരുമാനം എടുക്കുക. എന്താ കാരണം?
തറവാട്ടേരൻ തറവാടിത്തമുള്ള വർത്താന പറയാ. വർത്താനം ആർക്കും പറയാം, പക്ഷെ തറവാട്ടേരൻ തറവാടിത്തമുള്ളതേ പറയുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഓല വിളിക്കുന്നതിന് കാരണം. ഒരു മനുഷ്യൻ്റെ തറവാടിൻ്റെ ഒന്നാമത് സ്റ്റെപ്പ് ബാപ്പയാണ്. ഖിദർ നബി അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും കൂടി യാത്ര ചെയ്തു. അപ്പോൾ ഒരു പ്രദേശത്തെത്തിയപ്പോൾ ഒരു മതിൽ പൊളിഞ്ഞു ചാടാൻ നിൽക്കുന്നത് കണ്ടു. ആ നാട്ടുകാരോട് ഖിദർ നബിയും മൂസ നബിയും അവർക്ക് ഭക്ഷണം നൽകാൻ ആവശ്യപ്പെട്ടു, പക്ഷെ അവർ നൽകിയില്ല. ആ നാട്ടിലാണ് മതിൽ പൊളിഞ്ഞു ചാടാൻ നിൽക്കുന്നത് കണ്ടത്. ഇത് കണ്ടേക്കിന് ഖിദർ അലൈഹിസ്സലാം വേഗത്തിൽ തോർത്തുണ്ട് മാറ്റിങ്ങാണ്ട് ഇറങ്ങിയിട്ട് ആ മതിലാണ് പൊളിച്ച് കെട്ടിക്കൊടുത്തു. സ്വാഭാവികമായിട്ടും മൂസാ നബിക്ക് ഈറടിച്ചു. മാനവറുകൾ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ, ഇത്ര വലിയ കോൺട്രാക്ടറൊക്കെ ആണെങ്കിൽ നമുക്കൊരു കരാറൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചുകൊണ്ട് ചെയ്തിക്കുകയാണെങ്കിൽ എന്തേലുമൊക്കെ പൈസ കിട്ടൂല, അതുകൊണ്ട് നമുക്ക് ഒജീനം കഴിച്ചൂടേ എന്ന് ചോദിച്ചു സയ്യിദുനാ മൂസ അലൈഹിസ്സലാം. അപ്പോൾ മൂപ്പർ പറഞ്ഞു, ഞങ്ങളോട് മുണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ഒപ്പം കൂട്ടിയതാണെന്നൊക്കെ പറഞ്ഞു. അന്ന് അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി. യാത്ര കഴിയാൻ സമയത്ത് രഹസ്യം വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പം പറഞ്ഞു, ഞാൻ ആ മതിൽ നേരാക്കിയില്ലേ, അത് പട്ടണത്തിൽ താമസിക്കുന്ന 2 യതീം മക്കളുടെ മുതലാണ്. വക്കാന അബൂഹുമാ സ്വാലിഹാ, ഓല വാപ്പ ഒരു നല്ല മനുഷ്യനായിരുന്നു. അവിടെ തഫ്സീർ പരിശോധിച്ചാൽ കാണാം, ഓല വാപ്പ നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞത് ഈ കുട്ടികളെ നേരെ വാപ്പാനെ പറ്റിയല്ല, മൂന്നാമത്തെ വല്ലിപ്പാനെ കുറിച്ചായിരുന്നു. ഒരു മനുഷ്യൻ നല്ല നിലയിൽ ജീവിച്ചാൽ ഏറ്റവും ചുരുങ്ങിയത് 3 തലമുറയെങ്കിലും അതിൻ്റെ ഗുണം അനുഭവിക്കും. ഏറ്റവും ചുരുങ്ങിയത് 3 തലമുറക്ക് ഗുണം കിട്ടുന്നതാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം വാപ്പയാകുന്നു.